വായിൽ കൊള്ളാത്ത ഡോണറ്റും യമണ്ടൻ ബർഗറും. ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ലോകത്തെ ഏറ്റവും വലിയ വസ്തുക്കൾ. ഹലോ ഗായ്സ്, 3 വയസ്സിൽ നിങ്ങൾ ലോകത്തെ കണ്ടതുപോലെയാണോ നിങ്ങൾ ഇപ്പോഴും ലോകത്തെ കാണുന്നത്? ഇതെന്ത് ചോദ്യമാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അത്ര തലപുകഞ്ഞൊന്നും ആലോചിക്കേണ്ട. അതെ, ഇന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി വലിപ്പം വെച്ചാൽ എങ്ങനെയാകും ഉണ്ടാകുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ മിക്ക കാര്യങ്ങളും ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലുള്ള വിവിധ തരം അവാർഡുകളും നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ മില്യൺ വ്യൂസും ലഭിച്ചിട്ടുള്ളവയാണ്. നമ്പർ 13, ചീസി ചിപ്സ്. ഇതങ്ങ് യുണൈറ്റഡ് കിങ്ഡത്തിൽ നടന്ന ഒരു പരിപാടിയാണ്. സാധാരണ നമ്മൾ ഭക്ഷണം കണ്ടിട്ടുള്ളത് മനുഷ്യന് തിന്നാൻ വേണ്ടിയാണ്. എന്നാൽ ഇവന്മാർ ഒരു നാച്ചോ ചിപ്പ് മൊസറെല ചീസിൽ മുക്കിയത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്രയും വലിയ ഒരു ചിപ്സ് ആയിരുന്നു അത്. ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന പരിശ്രമത്തിന് ശേഷമാണ് അവരിത് സാധ്യമാക്കിയത്. അമേരിക്കൻ സ്റ്റൈൽ ഫുഡ് വേണോ അതോ മെക്സിക്കൻ ക്വിസീൻ വേണമോ എന്ന് കൺഫ്യൂഷൻ അടിക്കാറുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ വൈ നോട്ട്? നിങ്ങൾക്ക് ഈ 2 സ്റ്റൈലും ഒരുമിച്ച് മിക്സ് ആക്കിക്കൂടെ? അതെ, എപ്പിക് മീൽ ടൈം എന്ന ഷോയിൽ അവർ ഇത്തരമൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബറിറ്റോ ഫില്ലിംഗ് ഉള്ള 200 മാക്ഡൊണാൾഡ്സ് ബർഗറും ബേക്കൺ പിസയും ഒപ്പം കുറെ ഫ്രൈസും നിറച്ച് അത് റാപ്പ് ചെയ്തെടുത്താണ് അവർ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഒരു 10 പേർ ഒരുമിച്ചാൽ പോലും ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ പിസ്സ ഏതാ? നോർമലി ഒരു 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാകും അല്ലെ? പോട്ടെ, ഒരു 10 പേർക്കാണെന്ന് കൂട്ടിക്കോ. എന്നാൽ അതിലും വലിയ പിസ്സയാണ് ദേ ഈ ടീംസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ടൊമാറ്റോയും ചീസും ഡോവും വെച്ചുണ്ടാക്കിയേക്കുന്ന ഈ പിസ്സയ്ക്ക് ഏകദേശം 1.6 കിലോമീറ്റർ നീളമുണ്ട്. എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റ് ദൂരം നടന്നാൽ മാത്രമേ ഈ പിസ്സയുടെ അറ്റത്ത് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പിസ്സ എത്ര പേർക്കാകും കഴിക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഗൈസ്? നമ്പർ 12, ലോകത്തെ ഏറ്റവും വലിയ കീബോർഡും മൗസും. മൊബൈൽ ഫോൺ വരുന്നതിന് മുൻപേ മിക്ക ആളുകളും കമ്പ്യൂട്ടർ കൂടുതലായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്നാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ മൊബൈൽ ഫോണിനും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൊബൈലിലും കാണാൻ കഴിയും. അങ്ങനെയുള്ളതിൽ എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കീബോർഡ്. സൈസ് കുറച്ച് നമ്മുടെ ഫോണിൽ ഫിക്സ് ചെയ്ത കുഞ്ഞൻ കീബോർഡാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ നോർമൽ കീബോർഡിന്റെ ഇരട്ടിയുടെ ഇരട്ടി വലിപ്പമുള്ള ഒരു കീബോർഡ് ഉണ്ടെങ്കിലോ? ഇത് അത്തരമൊരു കീബോർഡാണ്. എവിടെയെങ്കിലും കണ്ടതുപോലെ ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട. ഏറ്റവും കോമ്പാറ്റിബിൾ ആയ ഏലിയൻ വേഴ്സ് 10 കീലെസ് AW420K എന്ന മെക്കാനിക്കൽ കീബോർഡിന്റെ കറക്റ്റ് റെപ്ലിക്കയാണിത്. സാധാരണ ഉള്ള കീബോർഡിനേക്കാൾ 14 മടങ്ങ് വലുതാണിത്. ഏകദേശം 3 ഫുൾ ഡേ എടുക്കും ഇതിലെ ഓരോ കീയും 3D പ്രിന്റ് ചെയ്തെടുക്കാനായി. ഇതിങ്ങനെ ഉണ്ടാക്കിയത് മാത്രമല്ല, പ്രശസ്തമായ ഗെയിമേഴ്സിനെ വിളിച്ച് അവർ കളിക്കുന്ന ഗെയിം ഈ കീബോർഡും മൗസും ഉപയോഗിച്ച് കളിച്ച് കാണിക്കാമെന്ന് ഇവർ ചലഞ്ച് ചെയ്തു. ഈ ഒരു മൗസ് നീക്കാൻ തന്നെ ഒരാളുടെ മുഴുവൻ ആരോഗ്യവും വേണം. പിന്നെ ആ ഗെയിം മര്യാദയ്ക്ക് എങ്ങനെ കളിക്കാനാണ്? എങ്കിലും ടീം വർക്ക് കൊണ്ട് അവർ ഒരുവിധം അത് കളിച്ചു തീർത്തു. ഇതിലെ ഒരു സ്പേസ് ബട്ടൺ തന്നെ ഒരാളുടെ നീളമുണ്ടാകും. ആ മൗസ് കൊണ്ട് ആഞ്ഞൊരു ലൈക്ക് അടിച്ചോ. നമ്പർ 11, ഒരു ചെറിയ ആണി അടിക്കാൻ ഇത്ര വലിയ ഹാമറോ? സാധാരണ ഹാമർ നമ്മൾ ഉപയോഗിക്കുന്നത് ആണി അടിക്കാനായിരിക്കും. എന്നാൽ ഒരു സാധാരണ ഹാമറിന്റെ തന്നെ 10-20 ഇരട്ടി വലിപ്പമുള്ള ഒരു ഹാമർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ സ്ഥിതി? ഒരു വലിയ വീടിനെ തന്നെ ഒറ്റയടിക്ക് പപ്പടമാക്കാൻ അതിന് ശേഷിയുണ്ടാകും. ദേ ഇത് കണ്ടോ, ഈ പടുകൂറ്റൻ ഹാമറിന്റെ മാത്രം ഭാരം ഏകദേശം 3 ടണ്ണാണ്. അതുകൊണ്ടാണ് ഈ കുരിപ്പുകൾ എക്സ്പെരിമെന്റ് നടത്തുന്നത്. വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പൊന്നു മക്കളെ, പിന്നെ ജീവിതം കട്ട പുകയാണ്. ഇടയ്ക്കായി കൈ ചതയുന്നത് പോലെ അല്ല, ചമ്മന്തി എന്ന് പറയാൻ പോലും പറ്റില്ല. ആ വിധത്തിലാകും നമ്മൾ പേസ്റ്റ് ആകുക. ഇവരെന്തായാലും ധാരാളം എക്സ്പെരിമെന്റ് ഈ ഭീമൻ ഹാമർ വെച്ച് നടത്തുന്നുണ്ട്. പല സാധനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇതിന്റെ അവസ്ഥ കണ്ടാൽ ആരും അടുത്തേക്ക് പോകില്ല. നമ്പർ 10, ആകാശം തൊട്ടൊരു സ്കൂട്ടർ യാത്ര. നിങ്ങൾ എത്ര വയസ്സിലാണ് ഗൈസ് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത്? ആദ്യമൊക്കെ ഒന്ന് വീഴാതെ നമുക്കിത് പഠിക്കാൻ പറ്റില്ല അല്ലേ? മിക്ക ആളുകൾക്കും അവരെക്കാൾ വലിയ സൈക്കിൾ ഓടിക്കേണ്ടിയും വന്നിട്ടുണ്ടാകും. കാല് പോലും എത്തിയില്ലെങ്കിലും നമ്മളത് നൈസായിട്ട് ഓടിച്ചിട്ടുമുണ്ടാകും. എന്നാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാനായി ഒളിവർ ട്രീ എന്ന യൂട്യൂബർ ഉണ്ടാക്കിയ പടുകൂറ്റൻ സ്കൂട്ടറാണിത്. ഏറ്റവും വലിയ സ്കൂട്ടർ ഉണ്ടാക്കുക മാത്രമല്ല, വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്ത് നീളം കൂടിയ ഒരു കൃത്രിമ കാൽ ഉപയോഗിച്ച് അയാൾ ഈ സ്കൂട്ടർ ഓടിക്കുകയും ചെയ്തു. 13 അടിയും 9.5 ഇഞ്ചുമുള്ള ഈ സ്കൂട്ടറിന്റെ പേരിലാണ് ലോകത്തെ വലിയ കിക്ക് സ്കൂട്ടറിനുള്ള റെക്കോർഡ്. കാലിഫോർണിയക്കാരനായ ഒലിവർ 3 വർഷമെടുത്താണ് ഇത് ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്തത്. നമ്പർ 9, അങ്ങനെ ലോകത്തെ വലിയ ബർഗറും എത്തി. ലോകത്തെ ഏറ്റവും വലിയ പിസ്സയും ചീസും ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി ബർഗറായിട്ട് കുറയ്ക്കണ്ട. ദാ പിടിച്ചോ ലോകത്തിലെ ഏറ്റവും വലിയ ബർഗർ. ഇതെങ്ങനെയാണ് ലോകത്തിലെ വലിയ ബർഗർ ആയതെന്നറിയാമോ?
ഇവർ തന്നെ മുന്നേ ഉണ്ടാക്കിയ ബർഗറിന്റെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് പുതിയ ബർഗർ ഇവർ ഉണ്ടാക്കിയത്. ഏകദേശം 86 കിലോഗ്രാമോളമാണ് ഈ ബർഗറിന്റെ ഭാരം. 16 മണിക്കൂറോളം കുക്ക് ചെയ്താണ് ഇവർ ഈ ബർഗർ ഉണ്ടാക്കിയെടുത്തത്. മാത്രമല്ല, ഒരു ചലഞ്ച് എന്ന പോലെ കുറെ ആളുകളെ വിളിച്ചു വരുത്തി ആ ബർഗർ കഴിച്ചു തീർക്കാനായി 2 മണിക്കൂറും നൽകി. നമ്പർ 8, ഒരു യമണ്ടൻ ഷൂ. ഒരു ഷൂ ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന കഷ്ടപ്പാട് നമുക്കറിയാം അല്ലേ? അപ്പോ ഒരു യമണ്ടൻ ഷൂ ആണെങ്കിലോ? ഒരാനക്കിടാൻ പറ്റിയ അത്രയും വലിയ ഷൂ ആണിത്. ഇതിട്ടൊരു തൊഴി കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഷൂ ഫിറ്റ് ആകുന്നവന് ഒരടി എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആയിരിക്കും. കാര്യം അത്രയ്ക്കുണ്ടേ ഇതിന്റെ നീളം. നമ്പർ 7, ഏറ്റവും വലിയ NERF ഗൺ. കുഞ്ഞുനാളിൽ ഉത്സവ പറമ്പിൽ പോകുമ്പോൾ വാശി പിടിച്ച് നമ്മളൊരു തോക്ക് വാങ്ങാറില്ലേ? പ്ലാസ്റ്റിക് ബുള്ളറ്റ് നിറച്ച് കണ്ണാടിയിലൊക്കെ ഷൂട്ട് ചെയ്ത് കളിച്ചതൊക്കെ മറന്നുപോയോ? എന്നാൽ അങ്ങനെ ഒരു കളിപ്പാട്ടം മാത്രമായി നിങ്ങൾ ഈ NERF ഗണ്ണിനെ കാണണ്ട. സ്വന്തമായി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ ഇയാളുടെ പേരിലുണ്ട്. അതെ, മൈക്കിൾ പിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ NERF ഗൺ ഉണ്ടാക്കിയാണ് അയാൾ ഈ റെക്കോർഡ് നേടിയെടുത്തത്. 3D പ്രിന്റഡ് പ്ലാസ്റ്റിക്കും മരവും ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫയറിംഗ് സ്പീഡ് 80 PSI ആണ്. അതായത് ഒരാളെ ഉന്തിയിടാൻ ഇത് ധാരാളം. നമ്പർ 7, ജക്കൂസി ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാകും. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒന്നാണത്. എന്നാൽ ഇവന്മാർ അത് വല്ലാണ്ടങ്ങ് സീരിയസ് ആയി എടുത്തു. ഒരു ജക്കൂസി നിറച്ച 315 കിലോഗ്രാമോളം വരുന്ന സീരിയൽ മാർഷ്മലോയും അതിലൊഴിക്കാനുള്ള പാലും നിറച്ച് അതിനുള്ളിൽ ഇറങ്ങി കുളിച്ചാണ് ഇവർ ഈ ബ്രേക്ക്ഫാസ്റ്റ് തിന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സ്പൂണാണ്. കൊള്ളാമല്ലേ? എന്തെല്ലാം തരം ആളുകളാണല്ലേ? ഈ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഒരു സബ്സ്ക്രൈബ് അടിച്ചോ. നമ്പർ 5, ഡോണറ്റ്. അപ്പോ എല്ലാമായ സ്ഥിതിക്ക് ഒരു ഡോണറ്റ് കൂടി ആയാലോ? നിക് ഡിജിയോവാനി എന്ന ചാനലിനാണ് ഏറ്റവും വലിയ ഡോണറ്റ് ഉണ്ടാക്കിയ റെക്കോർഡ് ലഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് അവരിത് സാധ്യമാക്കിയെടുത്തത്. 102.467 കിലോഗ്രാമോളമാണ് ഈ കൂറ്റൻ ഡോണറ്റിന്റെ വെയിറ്റ്. വയസ്സാം കാലത്ത് ഒരു പണിയുമില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. ഗിന്നസ് റെക്കോർഡ് ഇട്ട ഫുഡുകളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്പർ 4, ലാപ്പിൽ വെക്കാൻ പറ്റാത്ത ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് എന്തിനാണ് ആളുകൾ ഉപയോഗിക്കാറ്? എല്ലായിടത്തും എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ അല്ലേ? എന്നാൽ ഇവാൻ ആൻഡ് കേറ്റലിൻ എന്ന യൂട്യൂബേഴ്സ് ചെയ്തത് കണ്ടോ? പോർട്ടബിലിറ്റി നോക്കാതെ അതിന്റെ പവർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇവർ ഒരു അന്യായ ലാപ്ടോപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഇതെടുക്കണമെങ്കിൽ തന്നെ 2 പേരെങ്കിലും വേണ്ടിവരും. ഇനി ഇത് നിങ്ങളുടെ കാലിൽ വെച്ച് ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിനിമ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കാലുണ്ടെന്ന ഫീലിംഗ് പോലും ചിലപ്പോൾ ഇല്ലാതങ്ങ് പോകും. കാര്യം അത്രയ്ക്കും ഭാരമുണ്ട് ഇതിന്. ഏകദേശം 45 കിലോ ഉണ്ട് ഇതിന്. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ ജിമ്മിൽ പോണമെന്നില്ല. ദിവസവും 2 തവണ ഇത് എടുത്ത് പൊക്കുകയും താക്കുകയും ചെയ്താൽ മതിയാകും. നമ്പർ 3, ചോക്ലേറ്റ് പ്രളയം ഉണ്ടാക്കാൻ കെൽപ്പുള്ള ചോക്ലേറ്റ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? വാലന്റൈൻസ് ഡേക്ക് മാത്രം ഡയറി മിൽക്ക് അന്വേഷിച്ചു പോകുന്ന പ്രത്യേകതരം ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ അനുഭവമായി തോന്നണമെന്നില്ല. എന്നാൽ മറ്റുള്ള ചോക്ലേറ്റ് ലവേഴ്സിന് ഇത് അത്ഭുതമാകും. വില്ലി വോങ്ക എന്ന ചോക്ലേറ്റ് കമ്പനിയാണ് ഇത്രയും വലിയ കപ്പലിന്റെ ചിത്രം ചോക്ലേറ്റുകൾ കൊണ്ട് മാത്രം അലങ്കരിച്ചുണ്ടാക്കിയത്. ഇതിന്റെ വലിപ്പം 383.24 സ്ക്വയർ മീറ്ററാണ്. ഏരിയ കൊണ്ട് ഏറ്റവും വലിയ ചോക്ലേറ്റ് എന്ന റെക്കോർഡ് ഇതിന്റെ പേരിലാണ്. ധാരാളം തൊഴിലാളികളാണ് ഇതിനായി പണിയെടുത്തത്. ഇതൊക്കെ ഉരുകിയിറങ്ങിയാലുണ്ടല്ലോ ചോക്ലേറ്റ് കൊണ്ടൊരു പ്രളയം തന്നെ ഉണ്ടാകും. പിന്നെ എല്ലാവർക്കും ചോക്ലേറ്റിൽ കുളിച്ച് നടക്കാം. നമ്പർ 2, ഒരു വലിയ ഓംലേറ്റ്. 10,000 മുട്ടകൾ കൊണ്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കിയാലോ? ബെൽജിയമിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിലാണ് ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. നിരവധി ഷെഫുകളും വോളണ്ടിയർമാരും ഒരുമിച്ചാണ് ഇതിനു വേണ്ടിയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഒരു വലിയ ഫ്രൈയിങ് പാനിൽ പ്രിപ്പയർ ചെയ്ത മുട്ടയിട്ട് ഓംലേറ്റ് ആക്കിയെടുക്കും. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇവരിത് സെർവ് ചെയ്യുകയും ചെയ്യും. ഈ ആഹാരമൊക്കെ കൂട്ടത്തിലുണ്ടാക്കി മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നത് ഒരു വല്ലാത്ത തരം ഫീല് തന്നെയാണ് അല്ലേ? നമ്പർ 1, ഹൾക്കിന്റെ കയ്യിൽപ്പെട്ടാൽ എങ്ങനെയിരിക്കും? ഇത്രയും നേരം നമ്മൾ നോർമലി കാണുന്ന കാര്യങ്ങളുടെയൊക്കെ വലിയ വെർഷൻ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കുമെന്നല്ലേ കണ്ടത്. എന്നാൽ ഇനി നോർമലി കാണുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെറുതായാൽ എങ്ങനെയിരിക്കുമെന്ന് നോക്കിയാലോ? അതെ, ഇതാണ് റിയൽ ലൈഫ് ഹൾക്ക്. നമുക്ക് നോർമലായി തോന്നുന്ന കാര്യങ്ങളെല്ലാം ഇയാളുടെ കയ്യിൽ വെച്ച് കൊടുത്താൽ വളരെ കുഞ്ഞായി പോകും. സാധനം കുഞ്ഞായതുകൊണ്ടല്ല, അയാളുടെ കൈ അത്രയും വലുതായതുകൊണ്ടാണ്. ഈ ബാസ്കറ്റ് ബോൾ കണ്ടോ? ഒരു ഓറഞ്ചിന്റെ അത്രയുമേ ഉള്ളൂ അയാളുടെ കയ്യിൽ കാണുമ്പോൾ. ഒരു ക്യാനൊക്കെ ഒറ്റ അമക്കിനാണ് ഈ ഹൾക്ക് മനുഷ്യൻ ഞെരിച്ച് പൊടിച്ചു കളഞ്ഞത്. അപ്പോ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ വലിയ സാധനങ്ങൾ ഉണ്ടാക്കി വൈറലാവാനോ ഗിന്നസ് ബുക്കിൽ കയറാനോ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടോ. ഇതുപോലെ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.
അപ്പോ വീണ്ടും കാണാം.